السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي مالك الأشجعي رضي الله عنه قال عن أبيه قال قال رسول الله صلى الله عليه وسلم من علم آية من كتاب الله عز وجل كان له ثوابها ما തുലീത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശ്രുത പണ്ഡിതനായ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫീ സിൽസിലത്തി സഹീഹ് എന്ന കിതാബും ലഈഫ് എന്ന കിതാബും വ്യത്യസ്തമായ വോള്യങ്ങളായി ഹദീസുകളെ നിരൂപണം ചെയ്ത് രേഖപ്പെടുത്തിയ സഹീഹിലെ 3-ാം വാള്യത്തിലെ 323-ാമത്തെ ഹദീസ് നമ്പറാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് സംസാരിക്കാൻ ഒരു മാധ്യമമായി സ്വീകരിച്ച ഖുർആനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ തെര്യപ്പെടുത്തുന്നത്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അത് പഠിക്കുകയും പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദുനിയാവിലെ ഖൈറുകളിൽ ഒന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, ഉത്തമരായിട്ടുള്ള ആളുകൾ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ഒന്ന് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിലോ വഅല്ലമഹു, അത് പഠിപ്പിക്കുന്ന ആളുകൾ. ഈ രണ്ട് തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു തരത്തിൽപ്പെട്ട ആളുകൾ നമ്മളായി തീരേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രവുമല്ല, പഠിച്ചറിഞ്ഞ ഖുർആൻ അവനവൻ്റെ ആറടി മണ്ണോടുകൂടി തന്നെ അവശേഷിച്ച് പോകേണ്ടതല്ല, മറിച്ച് അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഫാത്തുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വസിയ്യത്ത് അതാണ്, ബല്ലിഗു അന്നി വലൗ ബി ആയ, എന്നിൽ നിന്ന് നിങ്ങൾ ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ സവിശേഷത എന്താ? ഏറെ സഹാബിമാരുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനത്ത്. പക്ഷെ അവരുടെയൊക്കെ ഖബറൊന്നും മദീനത്ത് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവരൊക്കെ പല രാജ്യങ്ങളിലേക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദീർഘമായി യാത്ര ചെയ്ത് അവിടെ താമസിച്ച് അങ്ങനെ അവരുടെ ജീവിതം അവിടെ കഴിച്ചു കൂട്ടിയ ആളുകളാണ്. നമ്മളൊക്കെ നമ്മുടെ കെട്ടിലും മട്ടിലും ഒതുങ്ങി നിൽക്കുമ്പോൾ പോലും ഒരു ഖുർആന്റെ ആയത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഇപ്പോൾ ആധുനിക ലോകത്ത് വലിയ പ്രയാസമൊന്നുമില്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ലതാണ്, പറ്റിയതാണെന്ന് തോന്നുന്നത് മാത്രം അയച്ചു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ കലാമും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുമൊക്കെ അത് കാണിക്കേണ്ടുന്ന ഒരു ഗൗരവം ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഒരക്ഷരം, പരിശുദ്ധ ഖുർആൻ ഒരക്ഷരം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഓതിയ അലിഫ് ലാം മീം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസനതൻ, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ, അലിഫ് ഒരു ഹർഫാണല്ലോ, അങ്ങനെ ഓതിയാൽ ഹസനത്തുൻ, അയാൾക്ക് ഒരു നന്മ കിട്ടും. വൽ ഹസനത്തു ബിഅശരി അംസാലിഹ, ആ നന്മയാകട്ടെ 10 മടങ്ങ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു വചനം, ഒരു അക്ഷരം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം അക്ഷരം അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അഖൂലു അലിഫുൻ, അലിഫ് എന്നുള്ളത് ഹർഫുൻ, ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല, ലാം ഒരു ഹർഫാണ് എന്ന് പറയുന്നില്ല, മറിച്ച് മീമും ഒരു ഹർഫാണെന്ന് പറയില്ല, മറിച്ച് അതെല്ലാം ഓരോ അക്ഷരങ്ങളാകുന്നതോടുകൂടി തന്നെ പ്രതിഫലാർഹമായിട്ടുള്ള വചനങ്ങൾ കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി ഒരായത്ത് ഒരാൾ പഠിച്ചു, ആ പഠിച്ച ഒരായത്തുകൊണ്ട് അയാൾക്ക് എന്താ കിട്ടുക? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മദ്രസയിൽ 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ, അതല്ലെങ്കിൽ 5 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ആ ഒരു നാസും ഫലക്കും ഇഖ്ലാസും അതിൻ്റെ അപ്പുറത്തെ 3-4 സൂറത്തുകളും, അതിന് അപ്പുറമായിട്ട് നമുക്കൊരായത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ, അത് ഓതിക്കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ തറവാടുകളൊക്കെ പറയുന്ന കേട്ടില്ല, നമ്മൾ പഠിച്ചത് ഓതുകയെന്ന്. മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള ശീലമായിരുന്നു പഠിച്ചതോതൽ. ആ പഠിച്ചതോതൽ ഇന്ന് നിന്നുപോയി. അതുകൊണ്ട് എന്തുണ്ടായി? ലോകത്തൊന്നും ഒരുപാട് അധാർമികമായ പ്രവർത്തനങ്ങൾ, അശാസ്യമായ പ്രവർത്തനങ്ങൾ
കുടുംബത്തിലും കൂട്ടത്തിലുമൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചിങ്ങനെ ഇരിക്കും. എന്താ കാരണം? ഈ പഠിച്ച തോന്നലിന്റെ കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരാൾ മൻ അല്ലമ ആയത്തൻ മിൻ കിതാബില്ലാ, ഒരാൾ അള്ളാഹുവിന്റെ കിതാബിൽ നിന്നൊരു ആയത്ത് പഠിക്കുകയും അസ്സവജല്ല അജയ്യനും ഉന്നതനുമായ അള്ളാഹുവിന്റെ കാന ലഹു സവാബുഹ, അതിന്റെ പ്രതിഫലം ആയിക്കൊണ്ടേയിരിക്കും. മാ തുലിയത്, അയാൾ ഓതിക്കൊണ്ടിരിക്കുന്ന കാലം അത്രയും. ആ ഓത്തിന്റെ പ്രതിഫലം നോക്കി. വീട് നിറച്ചു മക്കള്. കർക്കിടമാസം ഇപ്പൊ വരാൻ പോവാണല്ലോ. അങ്ങനത്തെ കർക്കിടമാസമൊക്കെ വരുന്ന സമയത്ത് പണിയില്ല, തൊഴിലില്ല, പട്ടിണിയും പരിവട്ടൊക്കെ ആയിരുന്നു. എന്നിട്ടും സ്നേഹവും ബന്ധവും മാതാപിതാക്കളുള്ള സമീപനവും ഒക്കെ നല്ല രൂപത്തിലായിരുന്നു. ഇന്ന് എല്ലാം ഉണ്ട്, ഈ പറഞ്ഞതൊന്നുമില്ല. എന്തിൻ്റെ കുറവാണ്? പരിശുദ്ധ ഖുർആനുണ്ട്, എല്ലാം ഉണ്ട്. കയ്യിൽ മൊബൈൽ ഫോണിലുണ്ട്, ചുമരിലുണ്ട്, അലമാരിയിലൊക്കെ ഉണ്ട്. പക്ഷെ അത് പാരായണം ചെയ്യുന്ന കാലം അത്രയും തനിക്കും തൻ്റെ കുടുംബത്തിനും പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കണമെന്നൊരു ശാഠ്യം വീട്ടിലുണ്ടായിട്ടുള്ള കാരണവന്മാർക്കുണ്ടായിരുന്നു. അത് ഉമ്മമാർ പറയും, അല്ലെങ്കിൽ വീട്ടിലുള്ള രക്ഷിതാക്കൾ പറയും, പഠിച്ചു തോതു എന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ആ ബറക്കത്ത് ഒരു വ്യക്തി അവനവൻ്റെ ജീവിതത്തിൽ ആയത്ത് പഠിച്ചത് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ജീവിതത്തിന്റെ ഒരു ഗന്ധിയായി സ്വീകരിച്ച് നാളെ പ്രവേശന കവാടം താണ്ടുമ്പോൾ മൻ ഇമാമുക്ക എന്ന് ചോദിക്കുമ്പോൾ ഇമാമിയൽ ഖുർആൻ എന്ന് പറയാൻ, നാളെ ഖുർആന്റെ വെളിച്ചത്തിലൂടെ സ്വർഗത്തിലെത്താൻ മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചയും അല്ലാഹു പരിഹരിച്ച് മാപ്പാക്കി മറച്ചുവെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും ഇരിക്കുന്നവരിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.